അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് മെത്തേഡ് ഈസ് എഫക്റ്റീവ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ ഇൻ പാം ട്രീസ്? പാം ട്രീസ് എന്ന് പറയുമ്പോൾ കോക്കനട്ട് ട്രീസിൽ ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലറിന് എതിരെ സൂട്ടബിൾ ആയിട്ടുള്ള എഫക്റ്റീവ് മാനേജ്മെന്റ് ടെക്നിക്ക്: സ്റ്റിക്കി ട്രാപ്സ്, അപ്ലൈയിങ് ഓർഗാനിക് കമ്പോസ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ട്രീ, ട്രങ്ക് റിലീസ് ഓഫ് ഒരു പാരസിറ്റോയിഡ് ആണ് കേട്ടോ, ലാർവൽ പാരസിറ്റോയിഡോ ഒരു പ്യൂപ്പിൾ പാരസിറ്റോയിഡോ വല്ലോ ആണ് ഇതിന്റെ റിലീസ്. നെഫറ്റിഡിസ് എന്ന് പറയുന്ന ഒരു പാരസൈറ്റിന്റെ റിലീസിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 10 ഇൻഡിവിജ്വൽസ് പെർ പാം, റിപ്പീറ്റഡ് 4 to 6 ടൈംസ്. പിന്നെ ലാസ്റ്റ് വാട്ടറിങ് ഡെയിലി. ഏതാ? അതെ, ട്രങ്ക് റിലീസ് ഓഫ് ഗോണിയോസസ് നെഫറ്റിഡിസ്. ഓക്കെ, ഇതൊന്നൊരു പാരസിറ്റോയിഡ് ആണ്, ഒരു ലാർവൽ പാരസിറ്റോയിഡ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു റിലീസ് ഈ പറയുന്ന ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലറിനെ കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ പേര് വന്നിട്ട് ഒഫിസിന അർണോസെല്ല എന്നാണ്, സയന്റിഫിക്കലി ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് കോറിഡ് ബഗ്? നമ്മുടെ തെങ്ങിലെ കോക്കനട്ടിലെ ഒരു പ്രശ്നക്കാരനായ ഒരു ബഗ്ഗാണ് കോറിഡ് ബഗ്. അതിന്റെ സയന്റിഫിക് നെയിം? ഓപ്ഷൻ വെരി ഗുഡ്. പാരഡാസൈനസ് റോസ്ട്രേറ്റസ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ചിലപ്പോഴൊക്കെ അത്യാവശ്യം നമ്മളെ കറക്കാൻ ബുദ്ധി കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇടണോന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇടാം. സിംറ്റംസ് പറഞ്ഞിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ അതിന്റെ ഡിസീസ് ഏതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഈ കോറിഡ് ബഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അറ്റാക്ക് ചെയ്യുന്ന ബട്ടൺസ്, അതായത് നമ്മുടെ കുഞ്ഞു വെള്ളരിക്ക, ആ ഒരു ബട്ടൺസ് ഒക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ, വെള്ളരിക്കകളൊക്കെ ഡീഫോം ആയിട്ട് മാറും. അതായത് അവരുടെ ആ ഷേപ്പേ മാറും. ആ ഒരു ഫിഗറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ആ ഒരു പെരിയാന്ത് ഏരിയ, പെരിയാന്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊറോള, ആ ഒരു ഗാലക്സി റീജിയൻ, അത് വന്നിട്ട്, അതായത് മുകളിലത്തെ, നമുക്ക് ആ കാണുമ്പോൾ മനസ്സിലാവത്തില്ല, ആ ഒരു ഡിഫോർമേഷൻ വന്നേക്കുന്ന അവിടെ വന്നിട്ട് ആ മുകളിലത്തെ ഒരു പോർഷനിൽ എന്ത് ചെയ്യും, ക്രെവിസസ് കാണും. ആ ഒരു സ്പ്ലിറ്റ് പോലെ നമുക്ക് ഒരു ലൈൻ പോലെ എന്തെങ്കിലും കാണും. പിന്നെ അതുപോലെ തന്നെ ഗം എക്സുഡേഷൻസ് കാണും. അത് മാത്രമല്ല നമ്മുടെ ടെൻഡർ നട്ട്സ് ഒക്കെ ഒരു കാശിനും കൊള്ളാത്ത രീതിയിൽ ഈ കോറിഡ് ബഗ് ആക്കും. ശ്രദ്ധിക്കേണ്ടത് അവരുടെ സിംറ്റം എന്താണെന്ന് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല സയന്റിഫിക്കലി അവരുടെ നെയിം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. ആൻസർ കറക്റ്റ് ആണ്, പാരഡൈസിനസ് റോസ്ട്രേറ്റസ് ആണ്. ഓക്കെ, ഇനി വളരെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു പെസ്റ്റ് ആണ്. What are the symptoms of infestation by the coconut aphid mite? Option A, microscopic worm-like mite infesting egg buttons, colonizing under the perianth. B, pale yellow spot on the leaves leading to complete defoliation of the palm tree. C, wilting of the entire palm tree followed by sudden death. D, formation of large galls on the root resulting in nutrient deficiency and stunted growth. എന്താണ്? ഓപ്ഷൻ എ. എന്താണ് കോക്കനട്ട് എറിഫിഡ് മൈറ്റ്? കേരളത്തിൽ എന്താണ് അതിന് പ്രസക്തി? പറഞ്ഞേ. കോക്കനട്ട് എറിഫിഡ് മൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ടരി ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു മണ്ടരി രോഗം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന മൈറ്റ്, എറിഫിഡ് മൈറ്റ് എന്ന് പറയുന്ന അസേരിയ ഗ്യൂററോണിസ് എന്ന് പറയുന്ന, സയന്റിഫിക്കലി അതിനെ അങ്ങനെ വിളിക്കും. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് നമ്മളെ പെരിയാന്തിൽ യങ് ബട്ടണിലേക്ക് പോയി അഫക്ട് ചെയ്യും. ഇവരെ കാണാൻ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ, ദാണ്ട് ആ ഫിഗർ കണ്ടില്ല, മൈക്രോസ്കോപ്പിക് ആയിട്ടായിരിക്കും ഇവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ബാക്കിയുള്ള പെസ്റ്റുകളെ ഒന്നും ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പെരിയാന്തൊക്കെ ഒരു യെല്ലോ ട്രയാങ്കുലർ പാച്ചസ് ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫക്റ്റ് ആയിട്ടുള്ള ബട്ടൺസ് ഒക്കെ, അതായത് നമ്മുടെ എന്താ പറയുന്ന ആ ഒരു കുട്ടി, ആ ഒരു കുഞ്ഞ് ഇതില്ലേ, ആ സംഭവമൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, അത് അടർന്ന് വീഴും. അത് മാത്രമല്ല, ഇത് വന്നിട്ട് ബ്രൗൺ പാച്ച് ആയിട്ട് ബ്ലാക്ക് നെക്രോട്ടിക് ലിഷൻസ് ഒക്കെ, അതൊക്കെയാണ് ഇതിന്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ അൺഈവൻ ഗ്രോത്തും, അതുപോലെ തന്നെ നട്ടൊക്കെ സ്റ്റണ്ടായി പോവുക, ലാസ്റ്റ്ലി അൾട്ടിമേറ്റ്ലി കൊപ്രയുടെ ഈൽഡ് കുറയ്ക്കും. ഇതാണ് മണ്ടരി രോഗത്തിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിലൊക്കെ വലിയൊരു ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് കോസൽ ഓർഗാനിസം ആര്, എന്താണ് അവർ കോസ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു സിംറ്റംസ് എന്ത്, അതാന്ന് നോക്കി പോവുക. ഓക്കെ, ഇനി അടുത്തതാണ്, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് മീലി ബഗ് ഇൻഫെസ്റ്റേഷൻ ഇൻ കോക്കനട്ട് പാം? കോക്കനട്ട് പാമിലെ മീലി ബഗ് ഇൻഫെസ്റ്റേഷൻ. ഓപ്ഷൻ എ, yellowing and wilting of the leaves leading to defoliation. B, infestation of the unopened heart leaf and inflorescence resulting in highly stunted, suppressed, deformed and crinkled leaves. C, brown patches on the trunk leading to death of the tree.
ഡി വന്നിട്ട് റൂട്ട് ഗോൾസ് റിസൾട്ടിങ് ഇൻ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആൻഡ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത്. എന്താ ആൻസർ? ഇൻഫെസ്റ്റേഷൻ ഓഫ് ദി അൺഓപ്പൺ. അതായത് ഈ മീലി ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മീലി എന്താ പറയാ, എന്താടോ മലയാളത്തിൽ എന്താ പറയാ, മീലിമുട്ട. കറക്റ്റ്, താങ്ക് യു. മീലിമുട്ടകൾ എന്ന് പറയും. ഇവര് കുഞ്ഞു വെള്ളയായിട്ടിരിക്കും കേട്ടോ. ഇവര് കോക്കനട്ടില് പ്രശ്നം ഉണ്ടാകും. ഇവരെങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയും, ഇവര് പോയി അൺഓപ്പൺഡ് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ് അവിടെ പോയി അഫക്ട് ചെയ്യും. അഫക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടുത്തെ ആ ഒരു ഹാർട്ട് ലീഫും അവിടുത്തെ ആ ഒരു ഏരിയ ഇൻഫ്ലോറസൻസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലീവ്സ് ഒക്കെ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ക്രിങ്കിൾഡ് അപ്പിയറൻസ് ഒക്കെ വരും. ഇവരെ സംബന്ധിച്ച് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ഉണ്ടാക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ലീഫ് റോട്ടിന്റെ സിംറ്റവുമായിട്ട്, നമ്മുടെ ഇല അഴുകുന്ന ആ ഒരു സിംറ്റവുമായിട്ട് കൺഫ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. പിന്നെ ഒരു പ്രശ്നം സംഭവിക്കുന്ന വേറൊന്നുമല്ല, ഇതിന്റെ ഇൻഫ്ലോറസൻസ് മാൽഫോംഡ് ആണ്. അത് മാത്രമല്ല, ഇത് അഫക്ട് ചെയ്യുന്നത് വഴി ഇൻഫ്ലോറസൻസ് മാൽഫോം ആവും. പിന്നെ അത് മാത്രമല്ല, തുറന്നു വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇതിനകത്തും നട്ടൊന്നും വരത്തില്ല. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും? ഈൽഡ് ലോസ് ഉണ്ടാക്കും. മീലി ബഗിന്റെ ഇൻഫെസ്റ്റേഷനിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ആരെ പോയി ഇൻഫെക്ട് ചെയ്യുമെന്ന് ആലോചിക്കണം, ഹാർട്ടിന് പോയി പണി കൊടുക്കുമെന്ന് ആലോചിക്കണം. മീലി ബഗ് എവിടെ പണി കൊടുക്കുമെന്ന്? ഹാർട്ടിന് പണി കൊടുക്കുമെന്ന് ആലോചിക്കണം. ഹാർട്ട് ലീഫിനെ ഇൻഫ്ലോറസൻസിനെ തട്ടിക്കളയും. അത് മാത്രമല്ല, നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും, പക്ഷെ വരത്തില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കണം? പണി കിട്ടി, ആര് എഫക്ട് ചെയ്തു? മീലി ബഗ് എഫക്ട് ചെയ്തു എന്ന് ആലോചിക്കണം. ഓക്കെ, ഇനിയാണ് ഈ ഫൈറ്റോഫ്തറ പാൽമിയോറ എന്ന് പറയുന്ന ഒരു ഒരു കോസൽ ഓർഗാനിസം ഉണ്ട്. ഇത് കോക്കനട്ട് പാമില് പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നം എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ, ഇൻഫെസ്റ്റേഷൻ ഓഫ് അൺഓപ്പൺഡ് ഹാർട്ട് ലീഫ് ആൻഡ് ഇൻഫ്ലോറസൻസ് റിസൾട്ടിങ് ഇൻ സ്റ്റാൻഡേർഡ് ആൻഡ് ക്രിങ്കിൾ ലീവ്സ്. അല്ല, ഈ ഒരു സിംറ്റം ഏത് അറ്റാക്ക് ആണ്? ആര് അറ്റാക്ക് ചെയ്യുന്നത് വഴിയാണ്? മീലി ബഗ്. ഓക്കെ, മീലി ബഗ്. അടുത്തത് വന്നിട്ട് യെല്ലോയിങ് ആൻഡ് വിൽറ്റിംഗ് ഓഫ് ദ ലീവ്സ് ലീഡിംഗ് ടു ഡിഫോളിയേഷൻ. നമുക്ക് യെല്ലോയിങ്, വിൽറ്റിംഗ് അങ്ങനെ ഭയങ്കര ജനറൽ ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും വെച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അടുത്തത് വന്നിട്ട് അഫക്റ്റിംഗ് സീഡ്ലിംഗ്സ് ആൻഡ് അഡൽട്ട് പാം കോസിംഗ് ബഡ് റോട്ട് ആൻഡ് ഇൻമെച്യൂർ നട്ട് പാം, കോമൺലി നോൺ ആസ് മഹാളി. പിന്നെ വന്നിട്ട് ഫോർമേഷൻ ഓഫ് റൂട്ട് ഗോൾസ് ആൻഡ് ലീഡിംഗ് ടു ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആൻഡ് സ്റ്റാൻഡേർഡ് ഗ്രോ. റൂട്ട് ഗോൾ ഒന്നും ഈ പറയുന്ന ഫൈറ്റോഫ്തറ ഫംഗസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം വി വിൽ ബി ഗോയിങ് വിത്ത് ഏത് ഓപ്ഷൻ? സി. അതായത് ബഡ് റോട്ട് പോലെയുള്ള കൂമ്പ് ചീയലും അതുപോലെ തന്നെ ഇൻമെച്യൂർ ആയിട്ടുള്ള നട്ട് ഒക്കെ ഫാളായി പോകുന്ന ഒരു രോഗമുണ്ട്, മഹാളി. ഈ രണ്ട് അസുഖങ്ങളും ഉണ്ടാക്കാൻ കാരണക്കാരനായ ഒരു കോസൽ ഓർഗാനിസമാണ് ഫൈറ്റോഫ്തറ പാൽമിയോറ എന്ന് പറയുന്നത്. ഇത് രണ്ട് രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് വന്നിട്ട് കൂമ്പ് ചീയൽ എന്നൊക്കെ പറയും, രണ്ടാമത്തത് വന്നിട്ട് ഇമ്മെച്യൂർ ആയിട്ടുള്ള നട്ട് ഫാൾ. ഈ രണ്ട് രോഗങ്ങളും ഫൈറ്റോഫ്തറയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇത് കുറച്ച് ഞാൻ മിക്സ് ആയി പോയി. ഞാൻ മീൻസ് ആ ഒരു ഫ്ലോയിൽ പോകാൻ പറ്റിയില്ല. ലാസ്റ്റ് അങ്ങനെ ഇങ്ങനെയും കുറച്ച് മിക്സ് ആക്കി ഇട്ടേക്കാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി കപ്പാസിറ്റി ഓഫ് ഷെൽ ഫയർഡ് കൊപ്ര ഡ്രയർ? കൊപ്ര ഡ്രൈ ചെയ്തെടുക്കാൻ ഒരു എക്യുപ്മെന്റിന്റെ കാര്യം നമ്മുടെ POP-യിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്? 500 to 700 nuts per batch, 800 to 1000 nuts per batch, 1000 to 1200 nuts per batch, 1200 to 500 nuts per batch. എത്രയാ ഷെൽ ഫയർഡ് കൊപ്ര? എന്തോ? ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്. 1000 to 1200. നേരെ നമ്മുടെ മറ്റേ ഗാർഡൻ ഉദ്യാനമിത്ര എന്നൊക്കെ പറയുന്ന ആ ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. അത് അത്യാവശ്യം ഒരുപാട് ഡെപ്തിലൊന്നും പോയില്ലേലും കുറെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് പോവാ കേട്ടോ. ഈ ഉദ്യാനമിത്രയൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു ഏരിയ എന്നൊക്കെ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു കളയും. നമ്മുടെ ഒരു യുക്തി വെച്ചിട്ട് നമുക്കത് തോന്നില്ലേ ഈ സെന്റൻസ് ക്വസ്റ്റ്യൻ ആക്കി കളയാന്ന്. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഈ ഒരു ഷെൽ ഫയർഡ് കൊപ്ര ഡ്രയർ എന്ന് പറയുന്ന എക്യുപ്മെന്റ് ഇത് റിലീസ് ചെയ്തേക്കുന്നത് ആരാണ്? ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തേക്കുന്ന ആരാണ്? CPCRA ആണ്. CPCRAയുടെ ലൊക്കേഷൻ എവിടെയാ കേരളത്തില്? ഓക്കെ, ഫൈൻ. ഇനി വന്നിട്ട് what is the new type of dryer designed and developed by CPCRA that works on indirect heating and natural convection principle using coconut shell as fuel? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഒറ്റ സെന്റൻസിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന് വരാൻ പറ്റുന്നത്, ഇപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ എന്താ? എല്ലാവർക്കും അറിയായിരിക്കും. ആൻസർ എന്താ? ഏത് ഓപ്ഷനാ കറക്റ്റ്? ഷെൽ ഫയർഡ്
കൊപ്ര ഡ്രയർ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത് ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ചെയ്തത് ആര്? CPSCRI. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇൻഡയറക്റ്റ് ഹീറ്റിങ്ങും നാച്ചുറൽ കൺവെക്ഷനുമാണ് ഇതിനകത്ത് പ്രിൻസിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാ? കോക്കനട്ടിന്റെ തന്നെ ഷെല്ലാണ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നല്ലൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഇതല്ലേ. നമ്മൾ എടുക്കുന്ന കോക്കനട്ടിന്റെ ഷെല്ല് നമ്മൾ അതുപോലെ എന്ത് ചെയ്യുന്നു? കൊപ്ര ഉണക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു CPCRIയുടെ. ഓക്കെ, ഇനി ഗ്രേ ബ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഡിസീസ്. വാട്ട് കോസസ് ഗ്രേ ബ്ലൈറ്റ് ഇൻ കോക്കനട്ട് പാം? ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, നെമറ്റോഡ് ആണോ? ഗ്രേ ബ്ലൈറ്റ് ഇൻ കോക്കനട്ട് പാം. ഫംഗസ്, പെസ്റ്റിലോസിയ പാൽമേരം. പെസിലോസിയ പാൽമേരം എന്ന് പറയുന്ന ഫംഗസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിംറ്റംസ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം കിട്ടും. കാരണം എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഗ്രേഷ് ബാൻഡ്, ഗ്രേഷ് വൈറ്റ് എന്നൊക്കെ പറയും. അപ്പൊ അത് വെച്ചിട്ട് ആ ഒരു സിംറ്റംസ് ഒന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ പോവുക ഗ്രേ ബ്ലൈറ്റ് ആയിരിക്കും എന്നൊരു ധാരണയിൽ എത്തുക. കേട്ടോ, ഗ്രേ ബ്ലൈറ്റ് ഇൻ കോക്കനട്ട് പാം കോസ് ചെയ്യുന്നത് പെസിലോസിയ പാൽമേരമാണ്. ഇനി കോക്കനട്ടിന്റെ കാര്യം കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ കാണാം. ഇനി ഗ്രൗണ്ട് നട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഗ്രൗണ്ട് നട്ടിൽ വന്നിട്ട് ഈ കോക്കനട്ട് ഭയങ്കര കൊനസ്റ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഒന്ന് പ്രിഫറൻസ് കൊടുത്ത് പഠിച്ചോളൂ കേട്ടോ കോക്കനട്ട്. പിന്നെ ഇനി വരുന്നത് ഗ്രൗണ്ട് നട്ട് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്രൗണ്ട് നട്ടിന്റെ സയന്റിഫിക് നെയിം എന്താണ്? അരാച്ചിസ് ഹൈപ്പോജിയ. അരാച്ചിസ് ഹൈപ്പോജിയ ആണ് ഗ്രൗണ്ട് നട്ടിന്റെ സയന്റിഫിക് നെയിം. ഇതിൽ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഏർലി മെച്ചുറിംഗ് ബഞ്ച് ടൈപ്പ് ഗ്രൗണ്ട് നട്ട് വെറൈറ്റി? ഏർലി മെച്ചുറിംഗ് ആയിട്ടുള്ള ബഞ്ച് ടൈപ്പ് വെറൈറ്റി ഏതാണ്? TMV10, JL24, B സ്നേഹ ആൻഡ് സ്നിഗ്ധ, C K6 and TPT4, D VRI2 and ICGV 9114. ഏതാണ് ഏർലി മെച്ചുറിംഗ് ബഞ്ച് ടൈപ്പ് ഗ്രൗണ്ട് നട്ട് വെറൈറ്റി? B. ഓക്കെ, സ്നേഹയും സ്നിഗ്ധയുമാണ്. നമ്മുടെ ഗ്രൗണ്ട് നട്ടിൽ വന്നിട്ട് വെറൈറ്റീസ് TMV2, TMV7, TG3, TG14. ഓക്കെ, പിന്നെ ഒരു സ്പാനിഷ് ഇംപ്രൂവ്ഡ് ഉണ്ട്. ഏർലി വെറൈറ്റീസ് ആയിട്ട് അറിയപ്പെടുന്ന രണ്ടുപേര് SS ആണ്. സ്നേഹയും സ്നിഗ്ധയും വന്നിട്ട് ഏർലി ആയിട്ടുള്ള ബഞ്ച് ടൈപ്പ് വെറൈറ്റീസ് ആണ്. തൊട്ട് താഴെ തന്നെ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. TG3, TM2, TMV27 ഇവരൊക്കെ ഇന്റർക്രോപ്പ് ആയിട്ട് കോക്കനട്ട് ഗാർഡനിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സീഡ് റേറ്റ് ആൻഡ് സ്പേസിംഗിൽ ഇവിടെ ഒരു പ്രശ്നം മീൻസ് ഇതൊരു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇന്റർക്രോപ്പ് ആയിട്ട് നമുക്ക് ഇവരെ യൂസ് ചെയ്യാൻ പറ്റും കോക്കനട്ടിലും ടപ്പിയോക്കയിലും. അങ്ങനെ ഇന്റർക്രോപ്പ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉള്ള സീഡ് റേറ്റ് എത്രയാണ് ഒന്ന് പറഞ്ഞേ. ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? എന്താണ് കറക്റ്റ് വരുന്നത്? റെക്കമെൻഡഡ് സീഡ് റേറ്റ് ഫോർ ഗ്രൗണ്ട് നട്ട് വെൻ സോൺ ആസ് പ്യുവർ ക്രോപ്പ് എത്ര, ഇന്റർക്രോപ്പ് ആയിട്ട് കോക്കനട്ടിലും ടപ്പിയോക്കയിലും ഇടുമ്പോ എത്രയാ ആൻസർ? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ B. അതായത് പ്യുവർ ക്രോപ്പ് ആയിട്ട് വരുമ്പോൾ ഇത്തിരി കൂടുതലാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും ഒരു 100 കിലോ കേർണൽ പെർ ഹെക്ടറിൽ വേണം പ്യുവർ ക്രോപ്പ് ആയിട്ട്. ഇനി ഇന്റർക്രോപ്പ് ആയിട്ട് വരുമ്പോൾ സ്ഥലം കുറഞ്ഞില്ലേ? ഇന്റർക്രോപ്പ് ആയിട്ട് കോക്കനട്ടിന്റെ ഇടയ്ക്ക് സ്ഥലം കുറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും അത് 100 താന്ന് 80 ആയി. ഇനി നേരെ ടപ്പിയോക്ക ആകുമ്പോഴോ 40 തൊട്ട് 50 കിലോഗ്രാം കേർണൽ പെർ ഹെക്ടർ ആണ് നമുക്ക് ഇന്റർക്രോപ്പ് ആയിട്ട് ഇടാൻ പറ്റുന്നത്. ഓക്കെ, നമ്മുടെ കോക്കനട്ട് ആകുമ്പോൾ 80, പ്യുവർ ക്രോപ്പ് ആകുമ്പോൾ 100. നേരെ പകുതിയായി ടപ്പിയോക്കയുടെ കേസിൽ കോക്കനട്ടിന്റെയും നമ്മള് പ്യുവർ ക്രോപ്പ് ആയിട്ട് ഇടുന്നതിന്റെ പകുതിയാകും നമ്മൾ ടപ്പിയോക്കയിൽ പോകുമ്പോൾ 40 to 50 കിലോഗ്രാം കേർണൽ പെർ ഹെക്ടർ ആണ് നമ്മൾ ടപ്പിയോക്കയിൽ ഇന്റർക്രോപ്പ് ആയിട്ട് ഇടുമ്പോൾ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോക്കനട്ടിൽ ഗ്രൗണ്ട് നട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ടീക്ക ലീഫ് സ്പോട്ട് ഡിസീസ് എന്ന് പറയുന്നത് അത് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഗ്രൗണ്ട് നട്ടിലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസ് ആണ് ടീക്ക ലീഫ് സ്പോട്ട്. അതിന്റെ കോസൽ ഓർഗാനിസം ആരാ? ടീക്ക ലീഫ് സ്പോട്ട് ഡിസീസിന്റെ കോസൽ ഓർഗാനിസം ആരാ? സെർക്കോസ്പോറയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ടീക്ക ലീഫ് സ്പോട്ട് ഡിസീസ്. ഈ ടീക്ക ലീഫ് സ്പോട്ട് ഡിസീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴയായിക്കോട്ടെ, നമ്മൾ ഇനിയിപ്പോ റെയിൻഫെഡ് ആയിക്കോട്ടെ, ഇറിഗേറ്റഡ് ആയിക്കോട്ടെ, ഏത് കണ്ടീഷനിലും ഗ്രൗണ്ട് നട്ടിനെ വളരെ പ്രശ്നക്കാരനായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് ഈ പറയുന്ന ടീക്ക ലീഫ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓയിൽ പാം ആണ്. വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഓയിൽ പാം? ഓയിൽ പാമിന്റെ സയന്റിഫിക് നെയിം എന്താണ്? കോക്കസ് ന്യൂസിഫെറ ആണോ, ഏലിയസ് ഗനേസിസ് ആണോ, ഫീനിക്സ് ഡക്റ്റിലിഫെറ ആണോ, മ്യൂസ പാരഡിസേക്ക ആണോ?
ഓപ്ഷൻ ബി B. ആണ് സിമ്പിൾ. സിമ്പിൾ. പക്ഷെ നമ്മൾ ഇപ്പൊ ഓയിൽ പാം, നമ്മൾ കോക്കനട്ട് നോക്കി ഗ്രൗണ്ട്നട്ടിന്റെ സയന്റിഫിക് നെയിം നോക്കി പെട്ടെന്നായിരിക്കും നമ്മൾ ഓയിൽ പാം വിടുന്നത്. അങ്ങനെ വിടാതിരിക്കുക, ജസ്റ്റ് പേര് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. Which variety is recommended for commercial cultivation in oil palm plantation? ഏത് വെറൈറ്റി ആണ് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് വേണ്ടി ഓയിൽ പാം പ്ലാന്റേഷനിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ടെനറ. ആകെ ഓയിൽ പാം വെറൈറ്റി, ഓയിൽ പാം പ്ലാന്റേഷനിൽ പറഞ്ഞേക്കുന്ന ഒറ്റ വെറൈറ്റി ടെനറയാണ്. ആൻഡ് ദിസ് ടെനറ ഈസ് എ ഹൈബ്രിഡ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്, യൂറ ആൻഡ് പിസിഫറ. ഫൈൻ. ഇനി നമ്മൾ ഈ പറയുന്ന ഓയിൽ പാമിൽ നിന്ന് നമുക്കറിയാം സീഡ് സ്യൂട്ടബിൾ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമുക്ക് ഓയിൽ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഹൗ ആർ സീഡ്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഓയിൽ പാം ഫ്രൂട്ട്സ്? ബൈ യൂസിങ് മെക്കാനിക്കൽ ക്രഷേഴ്സ് ആണോ, ബൈ സിംപ്ലി ബോയിലിംഗ് വാട്ടർ ആണോ, അതോ ബൈ സ്ക്രാപ്പിംഗ് ഓഫ് ദ എക്സോകാർപ്പ് ആൻഡ് മീസോകാർപ്പ് ആണോ, ഓർ ബൈ ഡ്രൈയിങ് ദ ഫ്രൂട്ട്സ് ഇൻ ദ സൺ ആണോ? അണ്ടിൽ ദേ സ്പ്ലിറ്റ് ഓപ്പൺ ആൻഡ് റിലീസ് ദ സീഡ്സ്. C. സ്ക്രാപ്പ് ചെയ്യും. എക്സോകാർപ്പിനെയും മീസോകാർപ്പിനെയും നമ്മളൊരു നൈഫ് വെച്ചിട്ട് സ്ക്രാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ബൈ റെറ്റിംഗ് ഇൻ വാട്ടർ. ഇത് ഏതെങ്കിലും റെറ്റിംഗ് ഇൻ വാട്ടർ എന്ന് പറയുന്ന ഒരു ടേം റെറ്റിംഗ് വേറൊരു ക്രോപ്പിലൂടെ നമ്മൾ ചെയ്യും. ഏതാ റെറ്റിംഗ് ചെയ്യുന്ന ഒരു ക്രോപ്പ്? വെരി ഗുഡ്, വെരി ഗുഡ്, ജൂട്ട്. ഇനി വന്നിട്ട് what is the spacing and planting system used for oil palm in the main field? നമ്മൾ ഓയിൽ പാമിനെ മെയിൻ ഫീൽഡിലേക്ക് എടുക്കുന്ന സമയത്ത് എത്രയാണ് സ്പേസിങ്ങും അതുപോലെ തന്നെ പ്ലാന്റിംഗ് സിസ്റ്റം ഏതാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന പ്ലാന്റിംഗ് സിസ്റ്റം ഏതാണ്, അതുപോലെ തന്നെ സ്പേസിംഗ് ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സ്ക്വയർ സിസ്റ്റം അറ്റ് 6 meter spacing accommodating 160 palms per hectare ആണോ, സ്ക്വയർ സിസ്റ്റം അറ്റ് 9 meter spacing accommodating 140 palms per hectare ആണോ, ട്രയാങ്കുലർ സിസ്റ്റം അറ്റ് 9 meter spacing accommodating 140 ആണോ, അതോ ട്രയാങ്കുലർ അറ്റ് 12 meter spacing accommodating 100 palms per hectare ആണോ? ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ്. ട്രയാങ്കുലർ സിസ്റ്റം ആണ്, മറക്കല്ല്. 9 meter ആണ് സ്പേസിങ്. അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 140 palms per hectare ആയിരിക്കും. ഓക്കെ, ട്രയാങ്കുലർ സിസ്റ്റം അറ്റ് 9 meter spacing which can accommodate 140 palms per hectare. Pollination method in oil palm. ഓയിൽ പാമിലെ പോളിനേഷൻ മെത്തേഡ് ക്രോസ് പോളിനേഷൻ. വളരെ ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ വലിയ കറക്കി ഒന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഇല്ല ഈ ഒരു ഏരിയയിൽ നിന്നും. ഈ പറയുന്ന ആ ഒരു പോളിനേഷൻ ഓയിൽ പാം ഈസ് എ ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പ്, അതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പോയാൽ മതി. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് അടിച്ച് വായിച്ച് വിടാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ which weevil is commonly introduced in oil palm plantation to assist in pollination? ഏത് വീവിലാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇലൈഡോപ്സിസ് കാമറൂണസ്. വെരി ഗുഡ്, നോക്കി വെച്ചോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാട്ട് ഈസ് എ റെക്കമെൻഡഡ് ന്യൂട്രിയന്റ് റേഷ്യോ ഫോർ സിസാമം കൾട്ടിവേഷൻ? സെസാമത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സെസാമം എന്ന് പറയുന്നത് കേരളത്തിലെ ഓണാട്ടുകരയുടെ ഒരു ഇമ്പോർട്ടന്റ് പ്രൈമറി ക്രോപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെസാമത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ന്യൂട്രിയന്റ് റേഷ്യോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് റെക്കമെൻഡഡ് ന്യൂട്രിയന്റ് റേഷ്യോ സെസാമത്തിന്റെ? 30-15-30. 30-15-30. എന്നും പി കെ, എന്നും കെയും സെയിം, പി മാത്രം ഇത്തിരി കുറവ്, 15. ഓക്കെ. What is the main advantage of Kayangulam 2 variety? Kayangulam 2 variety. Option A, resistance to leaf spot disease. Option B, high yield in upland areas. Option C, tolerance to water logging. D, adaptability to saline soil. Main advantage of Kayangulam 2 variety. A. Resistance to leaf spot disease ആണ് ഈ കായംകുളം 2 വെറൈറ്റി എന്ന് പറയുന്നത്. ഓണാട്ടുകരയിലെ റൈസ് ഫാലോസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റി ആണ്. ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ലീഫ് സ്പോട്ട് ഡിസീസ്. ലീഫ് സ്പോട്ട് ഡിസീസിന് റെസിസ്റ്റന്റ് ആണ്. ആൻഡ് ദിസ് കായംകുളം 2 വെറൈറ്റി ഈസ് ഓൾസോ നോൺ ആസ് തിലോത്തമ. ഓക്കെ, തിലോത്തമ കായംകുളം 2 വെറൈറ്റി ആണ്. ഈ തിലോത്തമ വന്നിട്ട് ലീഫ് സ്പോട്ട് ഡിസീസിന് റെസിസ്റ്റന്റ് ആണ്. ഓണാട്ടുകരയുടെ റൈസ് ഫാലോസിലാണ് തിലോത്തമയെ നമ്മൾ ഗ്രോ ചെയ്യിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് ദ ജെനറ്റിക് ക്രോസ് ഇൻവോൾവ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് തിലതാര? ടിൽ എന്നൊക്കെ പേര് വരുന്നതൊക്കെ സെസാമത്തിന്റെ വെറൈറ്റീസ് ആയിരിക്കും. തിലറാണി, തിലക്, തിലോത്തമ, തിലതാര. അപ്പൊ കായംകുളം 2 എന്ന് പറയുന്നത് തിലോത്തമയാണ്, ഉത്തമയായ തിലോ.
കായംകുളം 2. ഓക്കെ, തിലോത്തമ 2 പേരുള്ളത് കൊണ്ട് കായംകുളം 2, തിലോത്തമ. ഓക്കെ, മറക്കല്ല്. എന്താ ജനറ്റിക് ക്രോസ് തിലധാരയുടെ? എ. CST 785 ക്രോസ് B14 ആണ് ജനറ്റിക് ക്രോസ് വന്നിട്ട് തിലധാരയുടെ. ഓക്കെ, ഇനി ഈ തിലധാരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്പെസിഫൈ ചെയ്ത് പോവുക. തിലധാരയുടെ താരത്തിന്റെ ഓയിൽ കണ്ടന്റ് എത്രന്ന് വെച്ചാൽ താരത്തിന് വന്നിട്ട് 50% കൂടുതൽ ഓയിൽ കണ്ടന്റ് ഉണ്ട്. അതോ ഡ്യൂറേഷൻ വന്നിട്ട് ഏകദേശം ഒരു 78 ഡ്യൂറേഷനേ ഉള്ളൂ. ജനറൽ നമ്മൾ ഡ്യൂറേഷൻ ലോങ് ഡ്യൂറേഷൻ പറയുന്നത് 110 വരെയാണ്. ഒരു നമ്മുടെ ലോലാൻഡിലൊക്കെ ഏകദേശം ഒരു 90-99 ഡേയ്സ് വരെ വരാറുണ്ട്. തിലധാര വന്നിട്ട് കുറച്ചുകൂടി ഡ്യൂറേഷൻ കുറവായ ആളാണ്. 78 ദിവസം കൊണ്ട് 51.5% എണ്ണ തിലധാരയിൽ നിന്ന് താരമാണ്. എന്തുകൊണ്ട്? ഇപ്പൊ പറഞ്ഞേക്കുന്ന വെറൈറ്റീസിൽ ഏറ്റവും കൂടുതൽ എണ്ണ തരുന്നത് ഈ പറയുന്ന താരമാണ്, തിലധാരയാണ്. ഓക്കെ, ഇനി which variety is suitable for summarized fallows of Onatugara has an oil content of 51.5% and a duration of 78 days. നേരത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എന്താ വെറൈറ്റിയുടെ പേര് നോക്കാൻ വേണ്ടി ആൻസർ നമുക്കറിയാം തിലധാരയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ which variety has an oil content of 50.5 and suitable for upland of Onatugara in rabi season? റാബിയിലെ വെറൈറ്റി, ഓണാട്ടുകരയിലെ റാബി സീസണിന് സൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റി ആര്? ഓപ്ഷൻ സി OMT 1165. ഓണാട്ടുകരയിലെ റാബി സീസൺ OMT. പിന്നെ 50.5 ആണ്. അപ്പൊ OMT 50.5 ഇവിടെ O വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. OMT 1165 റാബി സീസൺ ഓണാട്ടുകരയിലെ ഏതെങ്കിലും ഒരു വെറൈറ്റി വിത്ത് സ്പെസിഫിക് ഓയിൽ കണ്ടന്റ് ആണെങ്കിൽ അത് വന്നിട്ട് OMT ആണ്. OMTയുടെ ഓയിൽ കണ്ടന്റ് 50.5 ആണ്. തിലതാരം വന്നിട്ട് വീണ്ടും ഈ പറയുന്ന OMTനേക്കാളും 1% ഏകദേശം 1% തന്നെ കൂടുതലാണ്. ഓക്കെ, ഇനി വന്നിട്ട് കാഷ്യൂ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഹൗ ക്യാൻ കാഷ്യൂ ബി പ്രൊപ്പഗേറ്റഡ്? എങ്ങനെയാ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് കാഷ്യൂനെ? സീഡ്സ് കട്ടിംഗ്, All of the above. all of the above. Which propagation അതുപോട്ടെ, കാഷ്യൂന്റെ സയന്റിഫിക് നെയിം എന്താ? Anacardium occidental. Okay, which propagation method for cashew provides a high rate of establishment and early flowering? Propagation methods ഇഷ്ടം പോലെ ഉണ്ട്. സീഡ്ലിംഗ് ഉണ്ട്, എയർ ലെയറിംഗ് ഉണ്ട്. ഓക്കെ കറക്റ്റ് ആണ്. സീഡ്ലിംഗ് ഉണ്ട്, എയർ ലെയറിംഗ് ഉണ്ട്, സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, കട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരാളാണ് ഹൈ റേറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റും ഏർലി ഫ്ലവറിംഗും പ്രൊവൈഡ് ചെയ്യുന്നത്. സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റുകളാണ് കേട്ടോ. ഇനി what is the primary disadvantage of using air layers for cashew propagation? Cashew propagation വേണ്ടി air layers യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രൈമറി ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഹൈ കോസ്റ്റ് ആണോ, ലോ സർവൈവൽ റേറ്റ് ആണോ, റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ് ആണോ, ലോങ് പ്രൊപ്പഗേഷൻ ടൈം ആണോ? എന്താണ് ഡിസഡ്വാൻറ്റേജ് എയർ ലെയറിംഗ്? ബി. സർവൈവൽ റേറ്റ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വന്നിട്ട് വളരെ മോശമാണ്. അതുകൊണ്ടാണ് എയർ ലെയറിനേക്കാളി സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ,